ഹലോ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്നല്ല, ഞാനിട്ട ഒരു 2 വീഡിയോസിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഞാൻ മുടി കാണിച്ചു, വന്ന വഴി മറന്നു, പരീക്ഷണങ്ങൾ വിളിച്ചു വരുത്തുകയാണ്, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നി. അപ്പോൾ ഞാൻ അതിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് വിഷമം തോന്നില്ല. പിന്നെ അത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ആ കമൻറ്റ് ബോക്സ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ എന്തായാലും എഴുതാം, അതിൽ യാതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വന്ന വഴി മറന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. റഷീന വന്നവിടെ തന്നെയാണ് ഇന്നും നിൽക്കുന്നത്, അല്ലാതെ ഒരുപാട് എങ്ങോട്ടും എത്തിയിട്ടില്ല. വന്ന വഴി മറന്നു പോകാൻ. പിന്നെ ഞാൻ വരുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നും. ഞാൻ വരുമ്പോഴും വീഡിയോസ് കാര്യങ്ങൾ എൻ്റെ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എല്ലാം മറച്ചുകൊണ്ടും മുഖം മാത്രം കാണിച്ചുകൊണ്ടും ഒന്നല്ല ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ വന്ന പാടെ ഞാൻ വീഡിയോസ്, ഞാൻ എന്താണോ അന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താണോ അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. അല്ലാതെ യാതൊരു മാറ്റമില്ല. വല്ല മാറ്റവും വരുത്തിയിട്ട് നമ്മൾ വ്യൂസ് കൂടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലവർക്ക് ഉള്ള സഹതാപവും കൂടെ കുറയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹതാപം കിട്ടണം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നും തന്നെ ഞാൻ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടില്ല. ഞാൻ എന്താണോ അതേ പാടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും മാറ്റിയിട്ട് ചെയ്താലും അത് അധിക കാലം നമ്മളെ കൊണ്ട് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ എന്താണോ അത് തന്നെ ആയിരിക്കും, അത് എത്ര കാലം ചെന്നാലും. അപ്പോൾ റഷീന വന്നതും ഇങ്ങനെയാണ്, ഇപ്പോൾ നിൽക്കുന്നതും ഇങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ വന്ന വഴി മറന്നു എന്ന് പറയാൻ ഞാൻ ഒരുപാടൊന്നും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല. യൂട്യൂബിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടില്ല. വന്ന വഴി മറക്കാനും ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാനും ഒന്നും തന്നെ ആയിട്ടില്ല. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്, എൻ്റെ പ്രയാസങ്ങൾ കൊണ്ട്, എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഈ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തു എന്ന് മാത്രം, ഒരു വഴിയായിട്ട് തിരഞ്ഞെടുത്തു എന്ന് മാത്രമാണ്. അതുമാത്രമല്ല, എന്താണ് ഞാൻ അങ്ങനെ ഇതേപോലെ എനിക്ക് ഒരുപാട് ബാഡ് കമൻറ്റുകൾ ഇൻസ്റ്റയിലാണെങ്കിലും വരുന്നുണ്ട്. ഇക്കയുമായിട്ട് ഒരുപാട് വീഡിയോ ചെയ്തപ്പോഴും എല്ലാം വരുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ട് ഇന്ന് ഇക്കാക്ക് വേണ്ട ചികിത്സകളെല്ലാം ചെയ്ത് ഇക്ക ഇന്നിപ്പോൾ എൻ്റെ കൂടെയുണ്ട്. ഒരു പ്രശ്നങ്ങളില്ലാതെ ഇന്നിപ്പോൾ അതെനിക്ക് ചെയ്യാൻ സാധിച്ചു. അന്ന് ഇതുപോലെ ഒരുപാട് പേര് എന്നെ വിഷമിപ്പിക്കുക, ഇക്കാര്യം കൊണ്ട് റീച്ച് കിട്ടാനാണ്, ഇക്കാര്യം കൊണ്ട് അങ്ങനെ കിട്ടാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ഞാൻ അങ്ങനെ ഒരു മുക്കിൽ കരഞ്ഞും കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും തരും പറഞ്ഞ് അങ്ങനെ ഇരുന്നതാണെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ല. യൂട്യൂബോ തുടങ്ങാലോ അങ്ങനെ ഒന്നും ചെന്ന് എനിക്ക് എത്തിപ്പിടിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അന്നും അങ്ങനെയുള്ള കമൻറ്റുകൾക്കൊന്നും ഞാൻ റീപ്ലൈ ഒന്നും കൊടുക്കലോ അത് ഞാൻ കാര്യമാക്കാറില്ല. കാരണം മറുപടി കമൻറ്റിന് പൊതുവേ ഞാൻ റീപ്ലൈ കൊടുക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോണ് പ്രശ്നത്തിലാണ്. അപ്പോൾ ഒരുപാട് കമൻറ്റിന് റീപ്ലൈ കൊടുത്ത് അതിങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ഹാങ് ആയി പോകും. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഈ വന്ന വഴി മറന്നു എന്ന് കേട്ടപ്പോൾ മാത്രം എനിക്ക് നല്ല വിഷമമായി. വന്ന വഴി മറക്കാൻ ഞാൻ വന്ന പോലെ തന്നെയല്ലേ നിൽക്കുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഞാൻ അതേപോലെയാണ്. വന്ന വഴി മറക്കാൻ അതിന് മാത്രം എനിക്ക് ഒന്നും തന്നെ ആയിട്ടില്ല. വെറും ചാനൽ മോണിറ്റൈസേഷൻ മാത്രമാണ് എൻ്റെ ആയിട്ടുള്ളത്. അല്ലാതെ 1 രൂപ വരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല. ഞാൻ ഇൻസ്റ്റഗ്രാം എന്ന പ്ലാറ്റ്ഫോമും അതിൽ കിട്ടുന്ന ചെറിയ ചെറിയ പ്രൊമോഷനും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ്. അതായത് പിന്നെ പരീക്ഷണങ്ങൾ വിളിച്ച് വരുത്തുക എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടോളം പരീക്ഷണങ്ങൾ പടച്ചോൻ തന്നിട്ടുണ്ട്. പിന്നെ പടച്ച റബ്ബിന് ഇഷ്ടമുള്ളവരിനെയല്ലേ പടച്ചോൻ പരീക്ഷിച്ചിട്ടുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അതുണ്ടല്ലോ. അപ്പോൾ ഞാനതിൽ സമാധാനപ്പെടുന്നു. എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് പരീക്ഷണങ്ങൾ തരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനായിട്ട് വിളിച്ച് വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വയ്ക്കട്ടാ? പോക്കോ, അവിടെ പോയി TV കണ്ടിട്ട് ബൂസ്റ്റ് തിന്നു. പൊട്ടിച്ചു തരട്ടെ? ഇടയിൽ ഫൈക്കുട്ടൻ വന്നു കേട്ടോ. അവന് ആരുമില്ല, ഇവിടെയൊക്കെ പോയിരിക്കുക, കുഞ്ഞു അവിടെയാണ്. അപ്പോൾ അവന് ബോറടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വരും. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രമാത്രം പരീക്ഷണങ്ങൾ വിളിച്ചു വരുത്താനൊന്നുമില്ല. വീണ്ടോളം പരീക്ഷണങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എല്ലാം കൊണ്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട്
അത്രയും ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഫൈമോ ഇത്തിരി സൗണ്ട് ഉറക്കി. അപ്പോൾ ഇനി വിളിച്ചു വരുത്താനൊന്നും ഒന്നുമില്ല. പടച്ചറബിന് ഇഷ്ടപ്പെട്ടവരെ ഒരുപാട് പരീക്ഷിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പരീക്ഷണത്തിൽ തന്നെയാണ് ഞാൻ. അൽഹംദുലില്ലാ പടച്ചോൻ എന്നോട് ഇഷ്ടമുണ്ടല്ലോ, അത്രമാത്രം മതി. പിന്നെ പടച്ചറബ് എനിക്ക് നേരെ തന്ന പരീക്ഷണമാണ് എൻ്റെ ഇക്ക. ആ പരീക്ഷണത്തിൽ ഏറെക്കുറെ ഞാൻ വിജയിച്ചിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം വീട്ടുകാർ ഇനിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അൽഹംദുലില്ലാ ഞാൻ ഇക്കാനെ ഇവിടെ വരെ എത്തിച്ചു. അവിടെ ഞാൻ വിജയിച്ചിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഇനി കൂടുതൽ കൈ കടയുന്നുണ്ട്, സ്റ്റാൻഡ് വെച്ചില്ല. അപ്പോൾ ഇനി കൂടുതലായിട്ട് പരീക്ഷണങ്ങൾ വിളിച്ചു വരുത്താൻ ഇനിയിപ്പോൾ എന്ത് വന്നാലും നേരിടാനുള്ള മനസ്സ് മരവിച്ചു പോയൊരു സാഹചര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മനസ്സ് തന്നെ മരവിച്ചു പോയൊരു അവസ്ഥയിലാണ്. പിന്നെയും നമ്മളെ വിശ്വസിച്ച് ജന്മം കൊടുത്ത 2 മക്കളുണ്ട്. അവർക്ക് വേണ്ടി ജീവിക്കണം, അവരുടെ ജീവിതം, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള ഒരേ ലക്ഷ്യത്തിലാണ് ഞാൻ പലതും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഇക്ക പണം തിന്നുന്ന ഒരു അസുഖമാണ് ഇക്കാക്ക് വന്നിരിക്കുന്നത്. പണം വേണം, പണം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്തിനും. ഇനിയിപ്പോൾ അടുത്ത മാസം 25-ാം തീയതി MRIക്ക് പോകണം. 14,500 രൂപയാണ് MRI ഇക്കാൻ്റെ. അതിന് പിന്നെ കഴിഞ്ഞ 2 ഡോക്ടർമാരെ കാണണം, പിന്നെ മരുന്ന് കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ പൈസ വേണ്ടുവോളം വേണ്ട ഒരു അസുഖമാണ് ഇക്കാക്ക് പടച്ചോൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ നല്ല കാലം, നല്ല സമയം ഞങ്ങൾ ബുദ്ധിമോശം കൊണ്ട് അവിടെ വീട്ടിൽ ഇറക്കിപ്പോയി. അവസാനം അത് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു, പെങ്ങൾ പറഞ്ഞ വാക്ക് കുടുംബത്തിൽ ഇറക്കിയ അങ്ങനെയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരും പെട്ട് കിടക്കുകയാണ് കുടുംബത്തിൽ ഇറങ്ങിയിട്ട്, ഞങ്ങളും അങ്ങനെ തന്നെയല്ലേ, കുടുംബത്തിൽ പൈസ ഇറക്കിയ അങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനെയുള്ള മറുപടികളൊക്കെ കിട്ടി. അത്രയും അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവിച്ചവളാണ് ഞാൻ. ഒരുപാട് വിഷമങ്ങൾ, ഒറ്റപ്പെട്ടുപോയി, അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ പരീക്ഷണങ്ങൾ ഞാനിനിപ്പോൾ മുടി കാണിച്ച് വീഡിയോ ചെയ്ത് ഇതാക്കി അങ്ങനെയൊന്നുമല്ല എനിക്ക് വന്നു പോയത്. എനിക്ക് പടച്ചോൻ തന്ന പരീക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിതാ മുന്നോട്ട് പോകുന്നു. അത്ര തന്നെ. എനിക്ക് ഈ വന്ന വഴി മറന്നു, അതിലൊരു വിഷമമേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ആരും റോങ് ആയിട്ടൊന്നും വിചാരിക്കരുത്. പിന്നെ അൺസബ് ചെയ്യും, വീഡിയോസ് കാണില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളതിലൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഫോണാണ്, നിങ്ങൾ കാണണോ കാണണ്ടേ എല്ലാം നിങ്ങളുടെ താല്പര്യമാണ് ഇല്ലേ. ഞാൻ എന്നും പറയില്ല, എൻ്റെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടണം, സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നിർബന്ധിച്ച് ആരോടും ഞാൻ എൻ്റെ വീഡിയോ കാണണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും നിങ്ങളുടെ അടുത്ത് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. റഷീന തുടങ്ങിയ പോലെ തന്നെയാണ് റഷീന ഇപ്പോഴും. ഒരു വ്യത്യാസം റഷീനക്ക് വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതും എന്നും ഞാൻ പറയുന്നത്. ഒന്നും നമ്മൾ പറയാൻ പറ്റില്ല, ഇതുപോലെ തന്നെ ആയിരിക്കും എന്തായാലും മുന്നോട്ടും പോകുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഫീൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ക്ഷമയും ചോദിക്കുന്നു. എനിക്ക് പറയണം തോന്നി, അത്രമാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും